ഷമേഷ് സുഭദ്ര മർഡർ കേസ് ആലപ്പുഴയിൽ നിന്നാണ് ബോഡി കണ്ടെത്തിയത് അല്ലേ? ആലപ്പുഴയിൽ കലവൂരിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ശവശരീരം കണ്ടെത്തിയത്. അവർ എത്ര നാളായി കാണാതായിട്ട്? ആക്ച്വലി ഓഗസ്റ്റ് 4 മുതൽ കാണാതായി. അവരെവിടെയാണ് താമസം? കടവന്ത്രയിൽ താമസമുള്ള സ്ത്രീ പലിശയ്ക്ക് കൊടുത്ത് അങ്ങനെയുള്ള ഏർപ്പാടായിരുന്നു. അപ്പോൾ അവരുടെ മൃതദേഹം കാത്തിൽ നിന്നും അവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. എങ്ങനെയാ മരണപ്പെട്ടെന്ന പോസ്റ്റ്മോർട്ടത്തിലുള്ളത് വിവരങ്ങൾ പുറത്തു വന്നത്? പിന്നെ പ്രൈമറി അസംഷൻ ആണ് വന്നിരിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള അനുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ 2 വാരിയിലും അടിച്ചു പിടിച്ചു. 2 വാരിയിലും അടിച്ചു പിടിച്ചു. കഴുത്ത് പിടിച്ചു, ഇടത്തേക്ക് പിടിച്ചു പിടിച്ചു, ഇടത് കൈ ചവിട്ടി പിടിച്ചു, കാൽമുട്ട് അടിച്ച് തകർത്തു, പിന്നെ കാലിന്റെ പാദം അടിച്ച് തകർത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മുഴുവനായിട്ടും അവരെ മർദ്ദിച്ച് അവശയാക്കി. ഇടത് കൈ പുറകുവശത്തേക്ക് വലിച്ച് കെട്ടിയിരിക്കുക, വലിച്ച് ദേഹത്തോട് ചേർത്ത് കെട്ടിയിരിക്കുക. ഇടത് കൈ മാത്രം ദേഹത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്നു. അത് ഒരുപക്ഷെ ഈ കസേരയിൽ കെട്ടിയിട്ടിട്ടേ ഉപദ്രവിച്ചാണ്. കസേരയിൽ കെട്ടിയിട്ട് ഉപദ്രവിച്ചാണ്. അതായത് ഉപദ്രവിച്ച് പിന്നെ സ്വത്ത് എഴുതി വാങ്ങാനുള്ള ശ്രമം മറ്റോ നടത്തിയിട്ടുണ്ടാവും. സ്വത്ത് എഴുതി വാങ്ങാൻ ആരായിരിക്കും ശ്രമിക്കുക? ഈ ശർമിളയും മാത്യൂസും കൂടെ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പക്ഷെ ബുദ്ധി വേണ്ടേ? എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത്? അതായത് ഇപ്പൊ ഇവരെ 2 പേരെയും പിടിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഇവരെ 2 പേരെയും കൂടെ പിടിച്ചിരിക്കുന്ന മണിപ്പാലിൽ നിന്നാണ്. അത് കർണാടക മണിപ്പാലിൽ നിന്ന്. അപ്പൊ മണിപ്പാലിൽ ഉള്ള ഒരു വീട്ടിൽ, പുറമ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഒരു വീട്ടിൽ ആണ് ഇവർ അഭയം പ്രാപിച്ചിരുന്നത്. അവിടെ ഈ ശർമിള എന്ന് പറയുന്ന സ്ത്രീ നേരത്തെ നിന്നിരുന്ന ഒരു വീടാണ്. അവിടെ ഒരു സ്ത്രീയുടെ വീട്ടിലാണ് ഇവർ നിന്നിരുന്നത്. അവിടെ ആ സ്ത്രീ മകനും മാത്രമേ ഉള്ളൂ. അവിടെ ഈ മാത്യൂസും ശർമിളയും കൂടി പോയി അഭയം തേടി. അഭയം തേടിയപ്പോൾ ഈ പോലീസ് ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് ബുദ്ധിയില്ല എന്നുള്ളതിന്റെ തെളിവാണത്. ആദ്യം ഉടുപ്പിയിൽ ഫോൺ ഓണായി, പിന്നെ മംഗലൂരുവിൽ ഓണായി, പിന്നെ മണിപ്പാലിൽ ഓണായി. അപ്പൊ അതായത് ടവർ ലൊക്കേഷൻ കൃത്യമായി പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ടവർ ലൊക്കേഷൻ എടുത്തുകൊണ്ടിരിക്കവേ ഫോൺ ഓണായി കഴിഞ്ഞാൽ പോലീസിന് ടവർ ലൊക്കേഷൻ കിട്ടും. അത് സ്വാഭാവികമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇവർക്ക് ബുദ്ധിയില്ല. ബുദ്ധിയുള്ള കുറ്റവാളികളല്ല ഈ മാത്യൂസും ശർമിളയും. അതുകൊണ്ടാണ് ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓണായത്. അപ്പൊ ഇവര് പോലീസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഓണാകുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു, ഇവരുമായി ബന്ധപ്പെട്ടിരുന്ന ആ ടവർ ലൊക്കേഷനിൽ നിന്ന് നേരത്തെ വിളിച്ചിട്ടുള്ളവരൊക്കെ ലിസ്റ്റ് എടുക്കും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്നു, ഒരു ക്രൈം ചെയ്യുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നു, ഞാനിപ്പോൾ ചെന്ന് ആലപ്പുഴയിൽ എന്റെ ടവർ ലൊക്കേഷൻ കുറച്ചു നേരം ഓണായിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ആലപ്പുഴയിൽ നിന്ന് വന്ന കോളുകളുടെ എല്ലാം ലിസ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് അന്വേഷണം കണ്ടുപിടിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ പോലീസ് വിളിക്കും. അവരെ പോലീസ് വിളിച്ച് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഉടുപ്പി, മംഗലൂരു, അതിനുശേഷം മണിപ്പാലിൽ ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്ന് നേരത്തെ ഇവരുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ പോലീസ് വിളിച്ചപ്പോൾ പിന്നെ പോലീസിനോട് അവർ പറഞ്ഞു, പോലീസ് ആദ്യമേ അവരോട് പറഞ്ഞു. ആദ്യം അവർ വീട്ടിൽ നിൽക്കുമ്പോഴാണ് വിളിച്ചത്. ഇപ്പൊ കേരള പോലീസാണ്, ഇങ്ങോട്ടൊന്നും പറയരുത്, പിന്നെ പറയുന്നത് കേൾക്കുക, ആശുപത്രിയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ പറഞ്ഞു. ആശുപത്രിയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഇവർ ആശുപത്രിയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇവരെ പോലീസ് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ 2 പേരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞ് ശരി. അപ്പോൾ അവരെ അവിടെ വിടാതെ സംശയം തോന്നിക്കാത്ത രീതിയിൽ ശർമിളയെയും ഇദ്ദേഹത്തെയും ഈ മാത്യൂസിനെയും പിന്നെ അകത്ത് തന്നെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു ശരി ഞാൻ നിർത്താന്ന് പറഞ്ഞു. മകനെ വിളിച്ചപ്പോൾ എന്തോ ഈ പ്രതികൾക്ക് സംശയം തോന്നി. അവർ അതിനു മുമ്പേ മുങ്ങി. സ്വാഭാവികമായിട്ടും തോന്നുന്നു. ഇവര് പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് ആശുപത്രി പോവാന്ന് പറഞ്ഞ് ഇറങ്ങുമല്ലേ? ആശുപത്രി പോവാൻ തന്നെ അവർക്ക് മനസ്സിലായി കാണും പോലീസ് വിളിച്ചു കാണുവാണ്. അങ്ങനെ ഇറങ്ങി. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ആശുപത്രിയിൽ നിന്നും പിന്നെ പോയില്ല, അമ്മ തിരിച്ചു വരുന്നു പിന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അമ്മയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. ബുദ്ധിയുള്ളൊരു ക്രിമിനലാണെങ്കിൽ തിരിച്ചു വരത്തില്ല. ബുദ്ധിയുള്ള ക്രിമിനലാണെങ്കിൽ അതോടുകൂടി ആദ്യത്തെ നമുക്ക് ഡൗട്ട് അടിച്ചല്ലോ. ഇപ്പൊ രണ്ടാമത് പോലീസ് അങ്ങനെ പറയുന്നത് എന്താ മനസ്സിലായത്? പോയി കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നി പോയി. ഇനി അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞ വരില്ലല്ലോ. വരില്ല. അത് മാത്രമല്ല അപ്പൊ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യത്തില്ലേ? ഇത് ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ വീണ്ടും മകന് വിളിക്കാൻ പറ്റിയത്. ബുദ്ധിയുള്ള ക്രിമിനൽ അല്ല. ക്രിമിനൽസിൽ ക്രിമിനൽ ആണോ അവര്? ക്രിമിനൽസിന് ബുദ്ധിയുണ്ട്, പക്ഷെ ഇവർക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ക്രിമിനൽസ് ആണ്. അതായത് ഈ
ഈ ലഹരിയുടെ criminals ഉപയോഗം ഒരിക്കലും ക്രിമിനൽസിന് ക്യൂരിയോസിറ്റി പാടില്ല. ഏഹ് ക്യൂരിയോസിറ്റി പാടില്ല ക്രിമിനൽ. അതെ അതെ അതെ, അവർ ഈ എന്താണ് ഇനി എനിക്കെതിരെ നടക്കുന്ന നീക്കം എന്നൊക്കെ അറിയാനായിട്ടാണ് ഫോണൊക്കെ ഓണാക്കുന്നത്. ഫോണൊക്കെ ഓണാക്കി എന്നിട്ട് ആരെങ്കിലും എന്താ മെസ്സേജ് വന്നോ അത് ക്യൂരിയോസിറ്റിയാണ്. ഒരിക്കലും ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ശ്യാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അവൻ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത് അവന്റെ സിമ്മ് ഒടിച്ച് കളഞ്ഞ് ഫോണും എടുത്ത് തോട്ടിലോട്ട് എറിയാൻ അവൻ ആദ്യം ചെയ്യുന്നത്. ആ ഫോൺ നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞു കൊടുക്കുക. ഒന്നാമത് കുറ്റവാളികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മളെ രണ്ടുപേരും നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മകൻ വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഇവര് തിരിച്ചു വന്നപ്പോൾ അവരെ അവിടെ തന്നെ നിർത്താൻ പറഞ്ഞു. അന്നേരം തന്നെ മണിപ്പാലിൽ കോട്ടയം സ്വദേശിയായ മണിപ്പാലിലെ ഒരു ഉദ്യോഗസ്ഥനെ പോലീസ് അതിനു മുമ്പ് തന്നെ കണ്ടുപിടിച്ചിരുന്നു. മണിപ്പാൽ പോലീസിൽ കോട്ടയം സ്വദേശിയായ ഒരു പോലീസുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടു. അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹം അതിനോടകം തന്നെ വീട് ലോക്കി. വീട് മണിപ്പാൽ പോലീസ് പൂട്ടി. അതിനുള്ള ഏർപ്പാട് ചെയ്തു. റൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രതികൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഹാൻഡ് കഫ് ഇട്ട് അവിടെ ഹാൻഡ് കഫ് ഇട്ട് അവിടെ ഇട്ടു. പിടിച്ചു. മണിപ്പാൽ പോലീസ് പിടിച്ചു. ഇവിടുന്ന് കേരള പോലീസ് അവിടെ ചെന്നു. അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു. ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീയെ ഇവർ മദ്യത്തിന് അഡിക്റ്റ് ആണ്. ഈ ഇവർ രണ്ടുപേരും, ഈ മാത്യൂസും ശർമ്മിളയും, ഇവർ രണ്ടുപേരും മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ളവരാണ്. അപ്പൊ ഇവരെന്തെന്ന് വെച്ചാൽ മദ്യപിച്ചിരിക്കുന്ന ചർച്ചയിൽ സുഭദ്രയെ വകവരുത്താനുള്ള ചിന്ത ഇവർക്ക് വന്നു. സുഭദ്രയിലെ സ്വർണം കൈക്കലാക്കുക, സ്വത്ത് കൈക്കലാക്കുക എന്നൊരു ചിന്ത വന്നു. ഇതുപോലെ തന്നെ നേരത്തെ എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിമിനൽസ് അല്ല. അപ്പൊ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്ന് എന്തോ ഒരാളെ പഴയ സിനിമ ഏതെങ്കിലും കണ്ടു കാണും. പണ്ടൊരു സിനിമയ്ക്കകത്ത് കവിയൂർപ്പന്നമ്മയെ കെട്ടിയിട്ട് സ്വത്തല്ല എനിക്ക് എഴുതിത്താ ഒപ്പിടാനൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇത് ഒപ്പിട്ട് മേടിക്കാന്ന് ഇവർ വിചാരിച്ചാണ്. ഏതാ ഇപ്പൊ ഇത് ഒപ്പിട്ട് മേടിക്കുന്ന ഈ രീതിയിലൊക്കെ ആണെന്ന് വിചാരിച്ചു. പലതരത്തിലുള്ള ക്രൈം ഉണ്ട്. പണ്ട് ഈ ക്രൈം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പോലീസിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുമ്പോഴേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വാവാ സുരേഷ് എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ട് എവിടെ എന്ത് പാമ്പിനെ കൊണ്ടുള്ള ഒരു മരണം നടന്നാലും ഓടി വന്ന് വാവാ സുരേഷിനെ പോലീസ് കൊണ്ടുപോയി. ഇയാൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഇയാൾ ആ മനുഷ്യ കിടക്കുന്ന കണ്ടാലേ ഇവിടെ ഇത് കടിച്ചതല്ല ഇയാൾ പറഞ്ഞു. അത് ഉത്തര കേസിൽ വളരെ ഗംഭീരമായിട്ട് ഉത്തര കേസില് അയാള് സൂചജാണെങ്കിൽ പറഞ്ഞത് പാമ്പ് എഴഞ്ഞു വന്ന് എന്ന് പറഞ്ഞാൽ ജനൽ തുറന്നിട്ടിരുന്നു, ജനൽ വഴി പാമ്പ് എഴഞ്ഞു വന്ന് കടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ വാവ സുജേഷ് അവിടെ വന്ന്, ഞാൻ പിന്നീട് വാവ സുജേഷിന്റെ ഒരു പരിപാടി കണ്ടതാണ്. വാവ സുജേഷ് ആ ജനലിന്റെ അവിടെ നിന്ന് പറയുന്നു, സാർ ഇവിടെ പാമ്പ് എഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്മളറിയാലോ ആ ജനലിന്റെ ഏറ്റവും താഴെ ബേസ്മെന്റിന്റെ ഒരു ചെറിയ തിട്ട കാണുമല്ലോ, ആ ബേസ്മെന്റിന്റെ തിട്ടയിൽ പൊടി ഇരിപ്പുണ്ട്. പാമ്പ് എഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഈ പൊടിയിൽ അതിന്റെ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും. വാവ സുജേഷ് ഗംഭീരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് ആ ഒരു സ്കോപ്പും ഇല്ല, ഇത് കെട്ടിയിട്ട് കാണും. കെട്ടിയിട്ട് പിന്നെ കൈ ഇടത് കൈ കെട്ടിയിട്ടു, ഇടത് കൈ പുറകിൽ അത് കെട്ടിയിട്ടിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ബോഡി വലിച്ചെടുത്താണ്. അപ്പൊ ഒരു കൈ വിട്ടുപോയി കാണും, ഒരു കൈ ബാക്കിൽ തന്നെ ഇരുന്നും കാണും. അതായത് ഇങ്ങനെ ചുറ്റിയാണല്ലോ കെട്ടുന്നത്. ഒരു കൈ വലത് കഴിഞ്ഞ് ഊരിപ്പോയി കാണും, ഇടത് കൈ ബാക്കിൽ ഇങ്ങനെ ചുറ്റി കെട്ടുന്ന രീതിയിൽ ആ രീതിയിൽ ഇരുന്നും പോയി കാണും. ബോഡിയിൽ ഇങ്ങനെ ചുറ്റി കെട്ടുമ്പോഴേ ഇങ്ങനെയൊക്കെ വരിഞ്ഞ് കാണും. ചുറ്റി വരിഞ്ഞാ ബോഡി വന്നത്, ചുറ്റി വരിഞ്ഞാണ് ബോഡി വന്നത്. ഇതിലെ വിട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് ശർമ്മിള, ഒന്ന് മാത്യൂസ്, ഒന്ന് സുഭദ്ര. കാര്യമായിട്ട് മണ്ടത്തരമാണ് കാണിക്കുന്നത്. അല്ല നമ്മൾ ഇനിയിപ്പോ അവരെ ആരും ഒന്ന് കുറ്റം പറഞ്ഞാലും ശരി, ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ ആരും അങ്ങനെ, ഒന്നുകിൽ ഈ പറയുന്ന പോലെ ഒരു വയോധികയാണ്, അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ശ്രദ്ധ വേണം ഇക്കാര്യത്തിൽ. ശ്രദ്ധ ഇല്ലെങ്കിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇവരുടെ സ്വഭാവം തന്നെ മനസ്സിലാവില്ലേ നമുക്ക്. ഇപ്പൊ ഇവർക്ക് ഇപ്പൊ എന്താ പറയുക, ഇവർക്ക് ഇങ്ങനെ ഒരു മോഹമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാം, അവർ നിഷ്കളങ്കത കൊണ്ടായിരിക്കും, ഒരു പക്ഷേ നിഷ്കളങ്കതയായിരിക്കും ഉപയോഗിക്കപ്പെട്ടത്. നിഷ്കളങ്കത ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ഈ പറയുന്ന പോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എങ്കിലും ഞാനിത് പറയുന്നത് പിന്നെ വിഡ്ഢിത്തരമാണിത്. ഇങ്ങനെയുള്ള നമ്മൾ ഇത് വിഡ്ഢിത്തരമാണെന്ന് പറയുന്നത് കൂടുതൽ പേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കേസ് നമ്മൾ വീണ്ടും എടുത്ത കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം ചതികളിൽ ഇനി പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് വിഡ്ഢിത്തരമാണെന്ന്, ഇവ മരിച്ചു പോയത് ഒരു വിഡ്ഢിത്തരമാണ് സംഭവിച്ചത് എന്ന് പറയാൻ കാരണം. അല്ലാതെ അവരെ നമ്മൾ ആക്ഷേപിച്ചു എന്ന് പ്രേക്ഷകർക്ക് തോന്നേണ്ട. അപ്പൊ ഇനിയിപ്പോ ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തും. ഈ പിന്നെ അതുപോലെ തന്നെ ഗൂഢാലോചന, കൊലപാതക കുറ്റം തട്ടിക്കൊണ്ടുപോയതാണ്. തട്ടിക്കൊണ്ടുപോയെന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു പറ്റിച്ച് വിളിച്ചോണ്ട് പോയാലും തട്ടിക്കൊണ്ടുപോക്കാണ്. പറഞ്ഞ് ഞാനിപ്പം എന്റെ കൂടെ സമ്മതപ്രകാരം ഞാൻ പറയുന്ന കഥ കേട്ട് സമ്മതപ്രകാരം വന്നാലും ഞാൻ പറയുന്ന കള്ളത്തരമാണെങ്കിൽ അത് തട്ടിക്കൊണ്ടുപോക്കാണ്. ഞാൻ കള്ളത്തരമാണ് പറഞ്ഞു കൊണ്ടുപോയതെങ്കിൽ അത് തട്ടിക്കൊണ്ടുപോക്ക്. ഇത്രയും കുറ്റങ്ങൾ ചുമത്തപ്പെടും. ഇപ്പൊ ഇവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം നടത്തി കൊടുത്ത ഇയാളാ ഇവരാ.
ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുത്ത ഈ സുഭദ്രയുടെ കയ്യിൽ അത്യാവശ്യം സാമ്പത്തികമുണ്ട്. ആ സാമ്പത്തികം ഉള്ളപ്പോൾ തന്നെ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ആളുകൾ കൂടും. ആ ആളുകൾ കൂടുന്നതിൽ നല്ലൊരു ശതമാനവും ക്രിമിനൽസ് ആയിരിക്കും. നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ ചുറ്റും കൂടുന്ന, നമ്മൾക്ക് സ്നേഹം പകർന്നു നൽകാൻ വേണ്ടി എന്ന രീതിയിൽ നമ്മുടെ ചുറ്റും കൂടുന്നവരിൽ നല്ലൊരു ശതമാനവും നമ്മളെ. സമാനമായിട്ടുള്ള ഒരു കേസ്, ഈ ഇടയ്ക്ക് ഒരു വയോധികനെ കൊന്നൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. ബാങ്ക് മാനേജർ അയാൾ ബാങ്കിൽ പോയിട്ട് അയാളുടെ സമ്പത്ത് കണ്ടിട്ട് ആ മാനേജറും അവിടെയുള്ള ഒരു ആളും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. അത് ഇങ്ങനെയുള്ള കേസുകൾ വരുന്നതുകൊണ്ടാണ് വയോധികരാണ് കൂടുതലും വയോധികരാണ് ഇത്തരം ചതികളിൽ പെടുന്നത്. അത് ഈ ഒറ്റപ്പെടലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് പക്ഷേ മക്കളൊക്കെ ഉണ്ട്. ഈ മക്കളൊക്കെ ഉള്ളപ്പോൾ എന്താണ്, ഒന്നുകിൽ മക്കളെ ഉൾക്കൊള്ളാൻ സാധിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ എത്രയോ അഗതി മന്ദിരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഒരു ആശ്രയം എന്നുള്ള നിലയിൽ ഇവർ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ളവർ ഇവരെ ഇങ്ങോട്ട് വന്ന് സംരക്ഷിക്കും. അവരുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കും, അവരോട് സംസാരിക്കാൻ തയ്യാറാവും, അവർക്ക് കൗൺസിലിംഗ് നൽകും, അവരോട് മണിക്കൂറുകളോളം ചെലവാക്കാൻ ഇത്തരത്തിലുള്ള അംഗീകൃതമായിട്ടുള്ള അഗതി മന്ദിരത്തിലുള്ള ആളുകൾ തയ്യാറാവാറുണ്ട്. നമ്മുടെ ഒരു വലിയ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു നാടൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം ഗാന്ധി ഭവനിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത്. ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി ഭവനില് പിന്നെ ഒരിക്കലും ഈ ഗാന്ധി ഭവനിലെ അമ്മമാരെയും കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ലുലു മാളിൽ കൊണ്ടുപോകുന്നതിന്റെ കോർഡിനേഷനും അതുപോലെ തന്നെ അതിന്റെ വാർത്ത ചെയ്യുന്നതിന് വേണ്ടി എന്നെ ഒരു ഫ്രീലാൻസ് ആയിട്ട് ഏൽപ്പിച്ചിരുന്നു. അപ്പൊ അന്ന് ഞാനാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ കണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഏകാന്തത വരുവാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ബുദ്ധിപൂർവ്വം സ്വീകരിക്കുക. അല്ലാതെ ഈ പറയുന്ന പോലെ മാത്യൂസിനെയും ശർമ്മിളയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്യൂസ് ശർമ്മിളയും കൂടെ അടിച്ച് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ തട്ടാനുള്ള പ്ലാൻ സ്കെച്ച് ഇടും. കുഴി നേരത്തെ എടുത്തിട്ടെന്നേ, കുഴി നേരത്തെ എടുത്തിട്ടാണ് വിളിച്ചോണ്ട് വന്ന് നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. രണ്ട് വാരിയൽ അടിച്ച് തകർക്കുക, കഴുത്ത് പിടിച്ച് ഓടിക്കുക, കൈ പിടിച്ച് ഓടിക്കുക, കാൽപാദം അടിച്ച് തകർക്കുക, ആ രീതിയിലാണ് പോയിരിക്കുന്നത്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം.